ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? നമുക്ക് കടൽ കണ്ടു നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും വിരസ അനുഭവപ്പെടാറുണ്ടോ? നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും കടലിൻ്റെ ഓരോ ഭാവങ്ങൾ, കടലിൻ്റെ ഓരോ നിമിഷവും മാറി വരുന്ന ഭാവങ്ങൾ. അതുപോലെ തന്നെയാണ് നമുക്ക് മമ്മൂട്ടി എന്ന നടനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിരസത ഉണ്ടാവാറില്ല. കാരണം ഓരോ നിമിഷത്തിലും പുതിയ പുതിയ ഭാവങ്ങളിലാണ് ആ നടൻ നമ്മുടെ മുന്നിലെത്തുന്നത്. നമ്മൾ കടൽ കാണുന്നത് പോലെ തന്നെ മമ്മൂട്ടിയും കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാ കളങ്കാവൽ എന്ന സിനിമ വന്നിരിക്കുന്നു. അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. ഒരുപക്ഷെ ഇതുവരെ അദ്ദേഹം ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും നെഗേറ്റ് ചെയ്തുകൊണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ഒരു കഥാപാത്രം കടന്നു വരുന്നത്. ഈ സിനിമയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്തരത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റോള് ഇപ്പോൾ നിലവിൽ ഇതുപോലെ സ്റ്റാച്ചറുള്ള ഒരു നടനും ചെയ്യാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അതിൽ നായകസ്ഥാനത്ത് ഉള്ളത് യഥാർത്ഥത്തിൽ വിനായകൻ എന്ന നടനാണ്. വിനായകൻ്റെ വളരെ വ്യത്യസ്തമായ കമ്മട്ടിപ്പാടത്തിലെ ആണ് ഇതിനു മുമ്പ് ഞാൻ വിനായകനെ ഏറ്റവും നന്നായിട്ട് കണ്ടിട്ടുള്ളത്. ആ വിനായകനിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ സിനിമയിലെ വിനായകൻ വളരെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി കാണുന്ന വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത്, കളങ്കാവൽ എന്ന സിനിമ നമുക്ക് പ്രിയങ്കരമായി മാറുന്നത് ഈ രണ്ട് അഭിനേതാക്കളുടെ അഭിനയവും അതുപോലെ തന്നെ അതിൽ നിറഞ്ഞു നിൽക്കുന്ന സസ്പെൻസും മറ്റുമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും അസാമാന്യ പെർഫോമൻസും മാറ്റി നിർത്തിയാൽ അതിനേക്കാളൊക്കെ എത്രയോ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര സ്ത്രീകൾ അപ്രത്യക്ഷമാവുന്നുണ്ട്? അതാണ് ഈ സിനിമ എൻ്റെ മുന്നിൽ ഉയർത്തിയ ചോദ്യം. എത്രയോ വർഷങ്ങളായി നമുക്കറിയാം. ഇപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ത്രീകൾ അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു താൽക്കാലിക അന്വേഷണമൊക്കെ നടക്കുന്നു. പിന്നീട് അവരെ കണ്ടെത്തിയില്ലെങ്കിൽ അവരാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. അതിനുള്ള എന്തെങ്കിലും ഒരു ഒഴികഴിവ് അവിടെ ആളുകൾ കാണും. അതെ, അവൾ ഒരാളുമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അല്ല അവളെ ഇവിടെ കോഴിക്കോട് കണ്ടിരുന്നു, അതല്ലെങ്കിൽ ബോംബെയിൽ കണ്ടു, എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തിരോധാനം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കേസുകൾ നമുക്കറിയാം, ആയിരക്കണക്കിന് കേസുകൾ വർഷം തോറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ കൂടുതലാണ്. കേരളത്തിലും കുറേയധികം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. എവിടെ പോയി എന്നറിയില്ല, തിരിച്ചു വരുന്നില്ല. ഇവരെവിടെ പോകുന്നു? ഇവരെ ആരാണ് ഇങ്ങനെ അപ്രത്യക്ഷമാക്കുന്നത്? ഇവരെത്തിച്ചേരുന്ന എത്ര ഭയാനകമായ പരിസരങ്ങളിലാണ്? അവർ ജീവനോടെയുണ്ടോ? അവർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ പലപ്പോഴും വേണ്ട രീതിയിൽ ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, കുറച്ച് ദരിദ്രമായ സാഹചര്യങ്ങളുള്ള വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പല പെൺകുട്ടികളും ഇത്തരം സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷരായിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു മാനിയാക്കിൻ്റെ, ഇപ്പോൾ സൈനഡ് മോഹൻ എന്ന് പറയുന്ന ഒരു മാനിയാക്ക് കൊന്നു തള്ളിയത് ഇത്തരത്തിലുള്ള 20ലധികം സ്ത്രീകളെയാണ്. പക്ഷെ അത് വളരെ സാന്ദർഭികമായാണ് ആ കേസ് തെളിയിക്കപ്പെടുന്നതും അയാൾ ശിക്ഷിക്കപ്പെടുന്നതും.
എന്നാൽ യഥാർത്ഥത്തിൽ എത്ര അതിൽ ഇരയായിട്ടുള്ള സ്ത്രീകൾ എത്ര വരുമെന്നുള്ളത് നമുക്ക് കൃത്യമായ കണക്കില്ല. ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അതാണ് 20 ലക്ഷം സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം രീതിയിൽ ഈ സ്ത്രീകൾ ഇപ്പോൾ ബോംബെയിലും കൽക്കത്തയിലും ഒക്കെയുള്ള അധോലോക തെരുവുകളിൽ എത്തിച്ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രാഫിക്കിന് വിധേയരായിട്ട് വിദേശങ്ങളിലേക്ക് കടത്തപ്പെടുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ഒരു തിരോധാനം ചിലപ്പോൾ കുറഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതിയായി അവിടെ നിൽക്കും. അതിൽ വല്ല കത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണമില്ല. അത് ഏതൊരു ആളുടെ കൂടെ ആ സ്ത്രീ ഒളിച്ചോടിപ്പോയി. ഈ ഒരു വളരെ ഭീതിജനകമായ ഒരു സാമൂഹ്യ പരിസരമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത്തരം ഒരു വലിയ സാമൂഹ്യ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഈ റോൾ അഭിനയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി, അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള റോളുകളാണ് ഈ അടുത്ത കാലത്തായി ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബ്രഹ്മയുഗത്തിലെ പോറ്റിയായാലും, കാതലിലെ നായകനായാലും, നൻപകൽ നേരത്ത് മയക്കത്തിലെ നായകനായാലും ഇത്തരം സിനിമകളിലെല്ലാം തന്നെ നമ്മളെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ഈ ഒരു പുതിയ വേഷം 2 തരത്തിലാണ് വലിയ സാമൂഹ്യ പ്രസക്തി നേടുന്നത്. കാരണം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു വിഷയത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത്. അതിനാൽ തന്നെ ഈ സിനിമയ്ക്ക് ഒരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി ഇത്തരത്തിലുള്ള വലിയ ഒരു സാമൂഹ്യ പ്രസക്തിയുണ്ട്. അത് തിരിച്ചറിയാതെ പോകരുത്.